24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ പൊടുന്നനെ ഒരു ദിവസം റദ്ദാക്കപ്പെടുകയും അതിനെ തുടർന്ന് വർഷങ്ങളായി കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത 15 വിദ്യാർത്ഥികളാണ് ആ റദ്ദാക്കലിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തത്. അതിൽ കാസർഗോഡ് ജില്ലയിലെ ഐജ മഹേഷ് ഉൾപ്പെടും. അതേ ഐജ മഹേഷിന്റെ സഹോദരൻ തന്റെ സഹോദരിയുടെ വേർപാടിൽ ആത്മഹത്യ ചെയ്തിട്ട് ഏതാനും ദിവസങ്ങളെ ആകുന്നുള്ളൂ. സമാനമായി നെറ്റ് പരീക്ഷ 3 റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. എത്ര പേരുടെ ജീവൻ, എത്ര ജന്തർ മന്തർ സമരങ്ങൾ, എത്ര ജില്ലാ ആസ്ഥാനത്തേക്കുള്ള മാർച്ചുകൾ, എത്ര ജലപീരങ്കികൾ, എത്ര തോക്കുകൾ, ലാത്തികൾ, ഇനിയും എത്ര സഹനം നമ്മൾ സഹിച്ചു വേണം ഈ ദുരിതപർവം താണ്ടി ഒരു പരീക്ഷ ഈ രാജ്യത്ത് എഴുതാൻ എന്നാണ് ഞങ്ങൾക്ക് ഈ രാജ്യം ഭരിക്കുന്നവരോട് ചോദിക്കാനുള്ളത്. നെറ്റ് പരീക്ഷ എഴുതാൻ ഞങ്ങൾ ഏത് ഹിമാലയത്തിന്റെ മുകളിൽ നിന്നാണ് ചാടേണ്ടത്? ഞങ്ങൾ ഏത് ജലപീരങ്കിയാണ് കൊള്ളേണ്ടത്? ഏത് പോലീസിന്റെ ലാത്തിയാണ്, ഏത് ബയണറ്റാണ്, ഏത് റബ്ബർ ബുള്ളറ്റാണ് ഞങ്ങൾ ഏറ്റുവാങ്ങേണ്ടത്? നെറ്റ് പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഈ രാജ്യത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടി നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് രക്ഷയില്ല. അങ്ങനെ പഠിച്ചാലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ രാജ്യത്ത് ഉള്ളത് എന്ന് തെളിയിക്കുന്ന വിധത്തിലേക്ക് രാജ്യത്തിന്റെ സർക്കാർ തന്നെ പെരുമാറിയാൽ പിന്നെ ആർക്കാണ് രക്ഷ? ആരാണ് ഇവിടെ അതിജീവിക്കുക? ആർക്കാണ് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുക? പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള ഒരു ഗതി ഈ രാജ്യത്തെ നെറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും വന്നു ചേർന്നിരിക്കുകയാണ്. 3 വിഷയത്തിലെ നെറ്റ് പരീക്ഷാ ഫലങ്ങൾ റദ്ദാക്കിക്കൊണ്ട് അതിന് മറ്റൊരു തീയതി കൂടി രാജ്യത്തെ NTA പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നല്ല NTA വിളിക്കേണ്ടത്, മറിച്ച് നാഷണൽ ടോർച്ചറിംഗ് ഏജൻസി എന്നാണ് വിളിക്കേണ്ടത്. ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്ന, അവരുടെ ക്രെഡിബിലിറ്റിക്ക്, അവരുടെ മെറിറ്റിന് എല്ലാവിധ അട്ടിമറികളും സംഭവിപ്പിക്കുന്ന ഒരു രാജ്യത്തിന്റെ സർക്കാരും വിദ്യാഭ്യാസ മേഖലയും ആയി കേരളത്തിലെയും ഇന്ത്യയിലെയും ഈ തരത്തിലുള്ള പരീക്ഷാ നടത്തിപ്പ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മാറിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ മാറിയത് കൊണ്ട് മാത്രമായില്ല, പകരം അതിലും വലിയ തപ്പാനിയാണ് വന്നിറക്കിയത് എന്ന് ഗീർവാണം പറഞ്ഞ RSSകാരെ നമുക്കറിയാം. ആഴ്ചകൾക്കുള്ളിൽ അത് തെളിയിക്കപ്പെട്ട സാഹചര്യവും നമ്മൾ കാണുകയാണ്. പ്രഹ്ലാദ് ജോഷിയല്ല, നാളെ അമിത്ഷായോ മോദിയോ എമ്മച്ചാടിയുടെ ചുമതല എടുത്താലും രാജ്യത്തെ പരീക്ഷകൾ റദ്ദ് ചെയ്യപ്പെടും എന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇത് ഏതെങ്കിലും സിസ്റ്റം എററായി മാത്രം നമ്മൾ കണ്ടേക്കരുത്. നീറ്റ് പരീക്ഷയുടെ ആദ്യ പരീക്ഷ എഴുതിയത് 24 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികളാണ് എഴുതിയതെങ്കിൽ 2ാം ഘട്ടത്തിൽ ആ പരീക്ഷ റീനീറ്റാക്കി നടത്തിയപ്പോൾ പരീക്ഷ എഴുതിയത് 22 ലക്ഷം വിദ്യാർത്ഥികൾ മാത്രമാണ്. അതിനർത്ഥം 2 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികൾ ആ പരീക്ഷാ സംവിധാനത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ആ പുറന്തള്ളപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ആലോചനകൾ നമ്മൾ നടത്തണം. തൃശൂർ ജില്ലയിൽ ഈ നഗരത്തിലിരുന്ന് കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടായില്ല. രാജ്യത്തെമ്പാടും നടക്കുന്ന ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ ഏറ്റവും അവസാനത്തെ ഗ്രാമത്തിൽ നിന്ന് ആ ഗ്രാമത്തിന്റെ തലസ്ഥാനത്ത്, ആ നഗരത്തിന്റെ തലസ്ഥാനത്തേക്ക് ചെന്ന് അവിടെ പരീക്ഷ എഴുതണമെങ്കിൽ വീട്ടിലെ അവസാനത്തെ ചോറ്റുപാത്രവും വിറ്റുപോയി പരീക്ഷ എഴുതേണ്ടി വരുന്ന ഇന്ത്യൻ യുവജനതയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യമെന്നിരിക്കെ വീണ്ടും ഒരു നെറ്റ് പരീക്ഷ എഴുതാൻ കഴിയാത്ത ലക്ഷോപലക്ഷം മനുഷ്യർ ഈ രാജ്യത്തുണ്ടെന്ന് നമ്മൾ ഓർക്കണം. പട്ടിണിയിൽ നമ്മൾ ഒട്ടും പുറകോട്ടല്ല, തൊഴിലില്ലായ്മയിൽ നമ്മൾ ഒട്ടും പുറകോട്ടല്ല. എങ്ങനെയെങ്കിലും പഠിച്ചു രക്ഷപ്പെടാമെന്ന് തീരുമാനിച്ചാൽ അതുപോലും അംഗീകരിക്കപ്പെടാത്ത ഒരു രാജ്യത്തായി നമ്മൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇവിടെ രക്ഷ? പരീക്ഷ നടത്തുന്നില്ല. RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ നടത്തുന്നില്ല. SBI സ്ഥിരം നിയമനങ്ങൾ നടത്തുന്നില്ല. ആർമിയിൽ സ്ഥിരം നിയമനമില്ല. LICയെ വിറ്റു, GICയെ വിറ്റു. ഇതാ DRDO, ഞങ്ങൾക്ക് മേൽ ഉപയോഗിച്ച DRDOയിൽ പോലും ഈ ജലപീരങ്കി ഉണ്ടാക്കി കൊടുക്കുന്നത് DRDO ആണ്. ആ DRDOയിൽ പോലും സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള ആലോചന നടത്തുന്ന ഇന്ത്യ രാജ്യത്തെ സൈനിക മേഖലയിൽ പോലും സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് ആലോചിക്കുന്ന ഒരു സർക്കാർ നാട്ടിലുണ്ടാകുമ്പോൾ ആർക്കാണ് ഇവിടെ ജോലി? ആരാണ് പഠിച്ചതുകൊണ്ട് രക്ഷപ്പെടുക എന്ന അവസ്ഥയുണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ആവർത്തിച്ച് രാജ്യത്തിന്റെ സർക്കാർ ജനങ്ങളോട്, നമ്മളോട്, വിദ്യാർത്ഥികളോട്, യുവജനങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാലും നിങ്ങൾക്ക് രക്ഷയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്? ഇതേ ചോദ്യമായിരുന്നു രോഹിത് വെമുലയോട് ചോദിച്ചത്. ഇതേ ചോദ്യമായിരുന്നില്ലേ കേരളത്തിന്റെ കലാലയങ്ങളിൽ പല ഘട്ടങ്ങളിലായി ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന സംഘപരിവാറുകാർ കേരള സർവകലാശാല
കണ്ണൂർ സർവകലാശാല വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ടുള്ള IIT-യിലും IIM-ലും ഫാത്തിമ ലത്തീഫുമാരെ പോലെയുള്ള വിദ്യാർത്ഥികൾ ആവർത്തിക്കപ്പെടുന്നത് ഈ സാഹചര്യം ഉള്ളത് കൊണ്ടല്ലേ? പ്രിയമുള്ളവരെ, സംഘപരിവാർ എന്ന ശാപം നമ്മെ ഗ്രസിച്ചിട്ട് 12 വർഷം കഴിയുന്നു. ഈ ഘട്ടത്തിൽ 110ഓളം പേപ്പർ ലീക്കുകൾ ഉണ്ടാകുന്നു, പരീക്ഷാ അട്ടിമറികൾ ഉണ്ടാകുന്നു. എല്ലാ സ്വകാര്യവൽക്കരണവും നടക്കുമ്പോൾ തൊഴിലെവിടെ എന്ന് ചോദിച്ച് യുവജനങ്ങൾ സമരം ചെയ്യേണ്ടതായി വരുന്നു. ഇത് നമ്മുടെ രാജ്യമാണോ? 80 വർഷം തികഞ്ഞ ഈ രാജ്യത്തിന്റെ വയസ്സിന് അത്രയധികത്തോളം വരുന്ന വേദനകളും യാതനകളും കണ്ണീരും പെക്കിനാവും വർഗീയതയും സമ്മാനിച്ച RSS എന്ന രാഷ്ട്രീയ അധമസംഘം നമ്മെ ഭരിച്ചു തുടങ്ങിയിട്ട് ഇത്രയധികം ദുരിതപർവം താണ്ടി നീങ്ങാൻ നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? ബ്രിട്ടനെതിരെ പൊരുതിയതോ, മനുഷ്യർ മരിച്ചു വീണതോ, ഈ നാടിനു വേണ്ടി പോരടിച്ചു മരിച്ചു വീണ മനുഷ്യരുടെ പോരാട്ട വീരത്തിൽ നിന്ന് ഉയർത്തു വന്നിട്ടുള്ള ഒരു ബോധ്യത്തെ ഇന്ന് ജനാധിപത്യത്തിന്റെ പേരിൽ കശാപ്പ് ചെയ്യുകയാണ് സംഘപരിവാർ ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ നമുക്കവരെ പ്രതിരോധിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇവിടെ പ്രതിഷേധം ഉയർത്തേണ്ടത് കേവലപരമായി ഈ ദിവസത്തേക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. പുതിയ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചുകൊണ്ട് മുഴുവനായി പാവന പുണ്യ പുരാതന ഭൂമിയായി മതത്തിന്റെ പേരിൽ രാഷ്ട്രം രൂപീകരിച്ചെടുക്കാൻ തീരുമാനിക്കുന്ന സംഘപരിവാറിന്റെ കിരാത നടപടികൾക്കെതിരെ അന്ന് തൊട്ട് തുടങ്ങിയ സമരത്തിന്റെ തുടർച്ചയാണ് ഇന്നും വരുന്നത്. AGS ഓഫീസിലേക്ക്, ഇവിടുത്തെ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് എത്ര തവണ നമ്മൾ മാർച്ച് ചെയ്തു? ഈ നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്തപ്പോൾ എത്ര തവണ മാർച്ച് ചെയ്യേണ്ടതായി വന്നു? എത്ര തവണ സമരമിരുന്നു? ജന്തർ മന്ദറിൽ എത്ര വിദ്യാർത്ഥികളെയാണ് അടിച്ചൊതുക്കിയത്? ആ ജന്തർ മന്ദറിൽ നിന്ന് അടിച്ചൊതുക്കിയത് പോരാഞ്ഞിട്ട് കേരളത്തിൽ വന്നപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ കയറിയിരിക്കാൻ അനുവദിക്കില്ലെന്ന് RSSകാർ പറഞ്ഞപ്പോ അത് ശരിയാണ് എന്ന് പറയാൻ റോജി എം എന്ന മന്ത്രിയും കൂടെ നിൽക്കുന്ന കോൺഗ്രസ് സംസ്കാരവും നമ്മൾ കാണുകയാണ്. കോൺഗ്രസ് ആരുടെ കൂടെയാണ് എന്ന് ചോദിച്ചാൽ സംഘപരിവാറിന്റെ കൂടെയാണെന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ്. IC ഘോഷിനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വിലക്കിയപ്പോൾ അത് ശരിയായ നടപടിയാണെന്ന് റോജി എം ജോൺ പറയുന്നത് വഴി ഉണ്ടാകുന്നത് സമാനമായ നിലപാടല്ലേ സംസ്കൃത സർവകലാശാലയിൽ ഉണ്ടാകുന്നത്? സമാനമായ നിലപാടല്ലേ ഗവർണറുമായി ബന്ധപ്പെട്ടുണ്ടായത്? സമാനമായ നിലപാടല്ലേ ഡോക്ടർ B അശോകുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്? സംഘപരിവാറിന് കീഴടങ്ങിയിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസും. വന്ദേ മാതരം ആവർത്തിച്ചു ചൊല്ലാനും അത്തരത്തിൽ സർവകലാശാലകളെ കീഴടക്കി കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും മാത്രമല്ല, ഈ നെറ്റ് പരീക്ഷ റദ്ദാക്കിയപ്പെട്ടപ്പോൾ കേരളത്തിലെ UDF-ന്റെ കീഴിലുള്ള ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് തെരുവിലിറങ്ങിയത്? KSU മിണ്ടിയോ? MSF മിണ്ടിയോ? അവർക്ക് അഭിപ്രായമുണ്ടോ? ഈ ചോദ്യം അവശേഷിക്കുകയാണ്.